എല്ലാ മതവിഭാഗങ്ങളും വഞ്ചിക്കപ്പെടുന്നു. മുസ്ലിം സമൂഹം ഈ കഴിഞ്ഞ റമദാനിൽ പോലും മലപ്പുറത്ത് സ്വലാത്ത് നഗറിൽ വിളിച്ചു വരുത്തി അവരുടെ പോക്കറ്റുകൾ പുരോഹിതന്മാർ കൊണ്ടുപോകുന്നു. ഈ പൗരോഹിത്യത്തിന്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കാൻ മനുഷ്യരുടെ ദൈവത്തെ നാം പരിചയപ്പെടുത്തുന്നു. നിങ്ങൾക്കറിയുമോ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ അധ്യായം ഏതാണ്? ആ അധ്യായത്തിന്റെ പേരെന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? 114-ാമത്തെ അധ്യായം അന്നാസ്. അന്നാസ് എന്നാണ് അധ്യായത്തിന്റെ പേര്. അന്നാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? മനുഷ്യർ. മനുഷ്യർ അല്ലയോ മനുഷ്യരെ. വിശുദ്ധ ഖുർആൻ പറയാണ്, ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ ദൈവമേ, ജനങ്ങളുടെ നാഥ, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. നോക്കൂ, ഒരു മുസ്ലിമിന്റെ കൈ ആകാശത്തേക്ക് ഉയരുമ്പോൾ അതിന്റെ പൊരുൾ എന്താണ്? ജനങ്ങളുടെ ദൈവമേ, ജനങ്ങളുടെ രാജാതിരാജ, ജനങ്ങളുടെ ആരാധ്യ. കണ്ടോ? ജനങ്ങളുടെ, മുസൽമാന്റെ എന്നല്ല, അറബികളുടെ എന്നല്ല, ഒരു അധ്യായം തന്നെ. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്, ജനങ്ങളുടെ ദൈവം, ജനങ്ങളുടെ ആരാധ്യൻ, ജനങ്ങളുടെ രാജാവ്, ഈ ബ്രഹ്മാണ്ടത്തിന്റെ തമ്പുരാൻ. ഖുർആനിൽ ഒരിടത്ത് പോലും ഒരു ഗോത്രത്തിന്റെ, ഒരു രാജ്യത്തിന്റെ, കുറെ വ്യക്തികളുടെ ഒരു ദൈവത്തെ പരിചയപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ മനുഷ്യരോട് പറഞ്ഞു, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം ويتفكرون في خلق السماوات والارض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആൽ ഇംറാൻ 190 മുതൽ 92 വരെയുള്ള സൂക്തമാണ്. എന്താ അതിൽ പറയുന്നത് അറിയോ? ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലും, ശ്രദ്ധിക്കണം, ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ വ്യതിയാനങ്ങളിലും ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്.